വിവാഹ തട്ടിപ്പ് നടത്തി വഞ്ചിച്ചുവെന്ന പരാതിയുമായി യുവതി. ചെങ്ങന്നൂർ സ്വദേശിയായ യുവാവിനെതിരെ തൃശൂർ വടക്കഞ്ചേരി സ്വദേശിയായ യുവതിയുടെ പരാതി. റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്ന യുവാവ് യുവതിയുടെ അക്കൗണ്ട് വഴി പണം വാങ്ങി വിദേശത്തേക്ക് കടന്നതോടെ നിയമക്കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ് യുവതി. എന്നെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, എന്നെ ഭീഷണിപ്പെടുത്തുക, നിന്നെ കൊല്ലും എന്ന് പറയുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നിരന്തരം ഫോൺ വിളിയും കാര്യങ്ങളൊക്കെയാണ് ഫാദറും അവനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂർ കൊല്ലക്കടവ് സ്വദേശി ഷെഫീഖ് കബീറിനെതിരെയാണ് വടക്കാഞ്ചേരി സ്വദേശിയായ യുവതിയുടെ പരാതി. 2020 പരിചയപ്പെട്ട ഷെഫീഖ് 2021 നവംബർ 3 യുവതിയെ വിവാഹം ചെയ്തു. എന്നാൽ താലി കെട്ടിയതല്ലാതെ നിയമപരമായ വിവാഹം ഇരുവർക്കുമിടയിൽ നടന്നിരുന്നില്ല. തുടർന്ന് കൊച്ചിയിൽ ഒന്നിച്ച് താമസമാക്കി. ഇതിനിടയിൽ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തിയിരുന്ന ഷെഫീഖ് യുവതിയുടെ അക്കൗണ്ടിലേക്ക് പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി. അങ്ങനെ അക്കൗണ്ടിലെത്തിയ 72 ലക്ഷം രൂപയിൽ 69 ലക്ഷം രൂപ ഷെഫീഖിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നാൽ വിസ നൽകാതായതോടെ പലരും നിയമ നടപടി ആരംഭിച്ചു. യുവതിയുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയതിനാൽ യുവതിക്കെതിരെയായിരുന്നു കേസ്. ഒളിവിൽ പോയ ഷെഫീഖ് പിന്നീട് സൗദിയിലേക്ക് കടന്നു. അങ്ങനെ 18 ദിവസം മാവേലിക്കര സബ് ജയിലിൽ കിടന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ബാക്കി കൊടുക്കാനുള്ളവരുടെ എല്ലാവരുടെയും പൈസ അവരെന്നോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ അക്കൗണ്ടിലാണ് പൈസ ഇട്ടേക്കണത്. ആ ഇട്ടേക്കണ കാരണം കൊണ്ട് എന്നോടാണ് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കെതിരെ ക്ലെയിം എടുക്കും എന്നൊക്കെ പറയാണ്. തുടർന്ന് ഷെഫീഖിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകി. റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഭാഗമായി ലഭിച്ച തുകയ്ക്ക് പുറമെ 60 ലക്ഷത്തിലധികം രൂപ പലപ്പോഴും ഷെഫീഖ് യുവതിയോട് കടം വാങ്ങിയിരുന്നു. വിവാഹ തട്ടിപ്പിനും വഞ്ചനയ്ക്കുമെതിരെ യുവതി നൽകിയ പരാതിയിൽ വെൺമണി പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല. ആലപ്പുഴ SP-ക്കാണ് കംപ്ലൈന്റ് കൊടുത്തത്. അവിടുന്ന് വെൺമണി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി മാറി. 406, 420 വകുപ്പിൽ മാത്രമാണ് അവർ കേസ് എടുത്തിട്ടുള്ളൂ. എന്നെ പീഡിപ്പിച്ചതിന് ഒന്നിനൊന്നും കേസൊന്നും എടുത്തിട്ടില്ല. അത് ലിവിങ് റിലേഷൻ അല്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷേ എന്നെ ചെവിടത്തേക്ക് അടിച്ചിട്ട് ചെവിയുടെ പാട പൊട്ടിയിട്ടുണ്ട്, ബ്ലഡ് വന്നിട്ടൊക്കെ ഉണ്ട്. അതിനുള്ള തെളിവൊക്കെ ഉണ്ട്. ഷെഫീഖ് വിദേശത്തായതിനാൽ നാട്ടിൽ മടങ്ങിയെത്തിയാൽ മാത്രമേ നടപടി സ്വീകരിക്കാനാകൂവെന്നാണ് പോലീസിന്റെ വാദം. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് യുവതി. 24 തൃശൂർ.